ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണീയം ദശകം 41. പൂതന ശരീരദഹനവും കൃഷ്ണലാളനാഹ്ലാദവും. ശ്ലോകം 1. വ്രജേശ്വര ശൗരിവജോ നിശമ്യ സമാവ്രജന്നധ്വനിപീതചേതാഃ നിഷ്പിഷ്ട നിശേഷതരും നിരീക്ഷ്യ കഞ്ചിത് പദാർത്ഥം ചരണംഗതസ്ത്വാം. പദം: വ്രജ ഈശ്വരഃ ശൗരിവചഃ നിശമ്യ സമാവ്രജൻ അധ്വനി ഭീതചേതാഃ നിഷ്പിഷ്ട നിശേഷ തരും നിരീക്ഷ്യ കഞ്ചിത് പദ അർത്ഥം ശരണം ഗതം ത്വാം. അർത്ഥം: ശൗരി വചസ്സുകൾ കേട്ട് ഭയന്ന നന്ദഗോപൻ പരിഭ്രാന്തനായി സ്വഭവനത്തിനരികിലെത്തിയപ്പോൾ അവിടെ വൃക്ഷസമൂഹത്തെ പൊടിപൊടിയാക്കിക്കൊണ്ട് അജ്ഞാതമായ ഭീകരവസ്തു വീണ് കിടക്കുന്നത് കാണുകയും ദുഃഖനിവൃത്തിക്കായി ഹേ ഭഗവാനെ അങ്ങയെ തന്നെ ശരണം പ്രാപിക്കുകയും ചെയ്തു. ശ്ലോകം 2. നിശമ്യ ഗോപീവചനാദുദന്തം സർവേപി ഗോപാ ഭയവിസ്മയാന്താഃ ത്വത്പാദിതം ഘോരപിശാചദേഹം ദേഹുർവിദൂരേത കുടാരകൃത്തം. പദം: നിശമ്യ ഗോപീ വചനാത് ഉദന്തം സർവേ അപി ഗോപാ ഭയവിസ്മയ അന്താഃ ത്വത്പാദിതം ഘോര പിശാച ദേഹം ദേഹു വിദൂരേ അധ കുടാരകൃത്തം. അർത്ഥം: ഗോപികമാരിൽ നിന്നും ഈ വാർത്തയറിഞ്ഞ നന്ദഗോപരും മറ്റു ഗോപഗണങ്ങളും ഭയവിസ്മയങ്ങൾക്ക് വിധേയരായി തീർന്നു. അങ്ങയാൽ നിഗ്രഹിക്കപ്പെട്ട അവളുടെ രാക്ഷസ ശരീരത്തെ അവരെല്ലാം കൂടി കോടാലി കൊണ്ട് ഖണ്ഡങ്ങളാക്കി മുറിക്കുകയും വളരെ അകലെ കൊണ്ടുപോയി ദഹിപ്പിക്കുകയും ചെയ്തു. ശ്ലോകം 3. ത്വത്പീതപൂതസ്തനതച്ഛരീര സമുച്ചലന്നുച്ചതരോഹിതൗമഹാ ശങ്കാമദാദാകരവക്കിമേഷ കിം ചാന്തനോ ഗൗലഗുലുബോധവേദി. പദം: ത്വത്പീതപൂത സ്തന തച്ഛരീരാത് സമുച്ചലൻ ഉച്ചതരഃ ഹി ധൂമഃ ശങ്കാം അദാത് ആഗരവ കിം ഏഷ കിം ചാന്തനഃ ഗൗലഗുലവഃ അഥവാ ഇതി. അർത്ഥം: അങ്ങ് പാനം ചെയ്യുകയാൽ പരിശുദ്ധമായി തീർന്ന മുലകളോടുകൂടി അവളുടെ ശരീരത്തിൽ നിന്നും സംസ്കാരവേളയിൽ സുഗന്ധം പ്രസരിച്ചു. ചന്ദനം, അകിൽ, ഗുൽഗുലു എന്നിവയെക്കാളും ആനന്ദകരമായ ആ സുഗന്ധം അവയിൽ ഏതിൻ്റെ ആണെന്ന് വ്യവച്ഛേദിച്ച് കാണാൻ കഴിയാത്ത വിധത്തിലുള്ളതായിരുന്നു. ശ്ലോകം 4. മതംഗസംഗസ്യ ഫലം ന ദൂരേ ക്ഷണേന താവത് ഭവിതാമഭി സ്യാത് ഇത്യുല്ലവൻ വല്ലഭതല്യജേപ്യ ത്വംബൂതനാമാതനുധാ സുഗന്ധി. പദം: മത് അംഗസംഗസ്യ ഫലം ന ദൂരേ ക്ഷണേന താവത് ഭവതാം അഭി സ്യാത് ഇതി ഉല്ലഭൻ വല്ലഭ തല്ലജേഭ്യ ത്വം പൂതനാം ആദനുദ സുഗന്ധിം. അർത്ഥം: എൻ്റെ ശരീരസ്പർശനം കൊണ്ട് നിങ്ങൾക്കും കാലതാമസം കൂടാതെ പാപമുക്തിയും മോക്ഷസിദ്ധിയും ലഭിക്കുമെന്ന് ബുദ്ധിമാന്മാരായ ഗോപന്മാരെ അറിയിക്കാൻ വേണ്ടിയാണ് അങ്ങ് പൂതനയുടെ ആത്മാവിനെയും ശരീരത്തെയും സുഗന്ധമുള്ളതാക്കിയത്. ശ്ലോകം 5. ചിത്രം പിശാചാനഹതകുമാര ചിത്രം പുരൈവാഗതിശൗരിണേദം ഇതി പ്രശംസൻ കില ഗോപലോകോ ഭവൻ മുഖാലോകരസേന്യമാംക്ഷി. പദം: ചിത്രം പിശാച ന ഹതക കുമാരഃ ചിത്രം പുരാ ഏവ അഗതി ശൗരിണാ ഇദം ഇതി പ്രശംസൻ കില ഗോപലോകോ ഭവത് മുഖ ആലോക രസേന്യമാംക്ഷീത്. അർത്ഥം: രാക്ഷസിയായ പൂതനയ്ക്ക് പോലും കുമാരനെ ഹനിക്കാൻ കഴിയാഞ്ഞത് ആശ്ചര്യകരം തന്നെ. വസുദേവൻ ഈ ആപത്തുകളെ പണ്ട് തന്നെ മനസ്സിലാക്കിയതാണല്ലോ.
എന്നിങ്ങനെ പ്രശംസിക്കുന്ന ഗോപന്മാർ അങ്ങയുടെ മുഖദർശനം കൊണ്ടുണ്ടായ ആനന്ദത്തിൽ നിമഗ്നരായി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം തത്സത്.